പാലക്കാട് നഗരസഭാ പരിധിയിലെ ഹരിത ടൗണുകളുടെ പ്രഖ്യാപനം നടന്നു. അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് 30-ന് കേരള സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി പാലക്കാട് നഗരസഭ 29-ന് മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഇതിനു മുന്നോടിയായാണ് നഗരസഭാ പരിധിയിലെ ഹരിത ടൗണുകളുടെ പ്രഖ്യാപനം നടന്നത്. മാലിന്യമുക്ത നഗരസഭയായി മാറുന്നതിന്റെ ഭാഗമായി പാലക്കാട് നഗരസഭയ്ക്കകത്തെ 38 ചെറുപട്ടണങ്ങളിലെ മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്തിരുന്നു. ഇവിടങ്ങളിൽ ടിൻ ബിന്നുകളും ബോട്ടിൽ ബൂത്തുകളും ബോധവൽക്കരണ ബോർഡുകളും സ്ഥാപിക്കുകയും പ്രദേശം ഹരിതാഭമാക്കുന്നതിന് ചെടികൾ വെച്ച് പിടിപ്പിക്കുകയും ചെയ്തിരുന്നു. വ്യാപാരികളെയും നാട്ടുകാരെയും ഉൾപ്പെടുത്തി യോഗം ചേർന്ന് നഗരസഭാ പ്രദേശം മാലിന്യമുക്തമാക്കി നിലനിർത്താൻ വേണ്ട സഹകരണം ഉറപ്പാക്കുകയും ചെയ്തു. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ഹരിത ടൗണുകളുടെ പ്രഖ്യാപനം നഗരസഭാ ചെയർപേഴ്സൺ പ്രമിള ശശിധരൻ നിർവഹിച്ചു. വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഇന്ന് നമ്മളിവിടെ നിൽക്കുന്നത്. കാരണം പാലക്കാട് നഗരസഭ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മാലിന്യമുക്ത പാലക്കാട് ആവണം എന്നുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അതുപോലെ തന്നെ പാലക്കാടിലെ വ്യാപാരികളും പാലക്കാടിലെ ജനങ്ങളും അതീവ പ്രയത്നത്തിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഹരിത ടൗൺ പ്രഖ്യാപനവുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്ക് ഏവർക്കും അറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മളിവിടെ എല്ലാവരുടെയും നേതൃത്വത്തിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി ഇന്ന് ടൗൺ ഏരിയകളിൽ നമ്മൾ പല ഭാഗങ്ങളിലുമുള്ള കുപ്പക്കോണുകളെല്ലാം മാറി നല്ല പൂന്തോട്ടങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും അത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സഹായ സഹകരണങ്ങളോടുകൂടെയാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇനിയും നമ്മുടെ ടൗൺ വൃത്തിയാകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും നല്ല മനസ്സ് വെച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ടൗൺ ഹരിത ടൗൺ ആയിട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. സ്ഥിരം സമിതി അധ്യക്ഷൻ പി സ്മിതേഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ അനുപമ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൗൺസിലർ കൃഷ്ണൻ, ക്ലീൻ സിറ്റി മാനേജർ പി മണിപ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അജീഷ് സ്റ്റീഫൻ നന്ദി പറഞ്ഞു. കൗൺസിലർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആരോഗ്യ വിഭാഗം പ്രവർത്തകർ, യങ് പ്രൊഫഷണൽ, വ്യാപാരികൾ, ഓട്ടോ തൊഴിലാളികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.